മുക്കാൽ മണിക്കൂർ പൂർണ്ണമായും അന്ധന്റെ വേഷത്തിലൂടെ കലിംഗ യുദ്ധത്തിനെതിരെ കഥകളി കഥാകാരൻ കലാമണ്ഡലം രാജീവൻ നമ്പൂതിരി നടത്തിയ മഹാപ്രകടനം പുതുചരിത്രമായി. യുദ്ധഭീതിയുടെ നിഴലിൽ ലോകരാജ്യങ്ങളാകെ നിസ്സഹായരായി നിൽക്കുമ്പോൾ കലിംഗ യുദ്ധത്തിലെ രക്തം കണ്ട് അധികാരം ഉപേക്ഷിച്ച അശോക ചക്രവർത്തിയുടെയും അധികാരം പിടിക്കാൻ ചതിയിലൂടെ അന്ധനാക്കപ്പെട്ട മകൻ കുനാലന്റെ കഥ ഇന്നിന്റെ യുദ്ധക്കൊതിയന്മാർക്കുള്ള സന്ദേശമാകുന്നു. കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്ര ഊട്ടുപുരയാണ് കൊല്ലം കഥകളി ക്ലബിന്റെ വേദി. പുരാണത്തിന്റെ ഭൂമിയിൽ നിന്ന് വഴിമാറി ചരിത്രാഖ്യാനത്തിന്റെ അപൂർവതയായിരുന്നു അശോകചരിതം കഥകളിലൂടെ ആസ്വാദകരിലേക്ക് എത്തിച്ചത്. രാജ്യാധികാരം നിലനിർത്താൻ, സിംഹാസനം ഉറപ്പിക്കാൻ, രാജ്യവിസ്തൃതി കൂട്ടാൻ, അതിർത്തികൾ കയ്യേറി അയൽ രാജ്യങ്ങളുടെ ഭൂമിയും സ്വത്തും കൂടി സ്വന്തമാക്കാൻ ആയുധമെടുത്തിറങ്ങിയിട്ട് എന്തു നേടിയെന്ന് അശോക ചക്രവർത്തി അനേകായിരങ്ങളുടെ ശവപ്പറമ്പായ ആ യുദ്ധഭൂമിയിൽ നിന്ന് കിന്നനായി ആലോചിക്കുന്നതാണ് ഈ രംഗം. യുദ്ധവെറി കൊണ്ട് താൻ നേടുകയായിരുന്നില്ല, തന്നെ പോലെ ഈ ഭൂമിയുടെ അവകാശികളായിരുന്നവരുടെ പ്രാണനെടുത്ത് സ്വന്തം മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു. മാത്രമല്ല, കിരീട അവകാശിയായ മകൻ കുനാലന്റെ കണ്ണുകൾ രണ്ടാനമ്മ ചതിയിലൂടെ ചൂഴ്ന്നെടുക്കുന്നു. തന്റെ പിതാവാണിത് ചെയ്തതെന്ന് കുനാലൻ തെറ്റിദ്ധരിക്കുന്നു. മകന്റെ അവസ്ഥ കണ്ട് നെഞ്ചുപൊട്ടി മരിക്കുകയാണ് അശോക ചക്രവർത്തി. ഈ രംഗങ്ങളെയാണ് അന്ധനായി കലാമണ്ഡലം രാജീവ് നമ്പൂതിരി മനോഹരമാക്കിയത്. കഥകളിയിൽ അത്യപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു രംഗമാണ്, അല്ലെങ്കിൽ ഒരവസ്ഥയാണ് ഈ കണ്ണടച്ചുകൊണ്ടുള്ള ഒരു അവതരണം. ഒരുപക്ഷെ ധൃതരാഷ്ട്രം, ഗാന്ധാരി അങ്ങനെയുള്ള അപൂർവം ചില കഥാപാത്രങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഒരു രംഗം, ആ ഒരു അവസ്ഥ വരാറുള്ളൂ. പക്ഷേ ഈ അശോകചരിതത്തിൽ ശരിക്കൊരു വെല്ലുവിളി പോലെ ഈ ഒരു കഥാപാത്രം അത് ചെയ്തു ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു നടൻ്റെ, ഒരു കഥാപാത്രത്തിൻ്റെ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളുന്നത് രസങ്ങളുടെ പൂർണ്ണത കണ്ണിലാണ്. ആ കണ്ണടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ നടനെ ശരിക്കും ഒരു കൂട്ടി കെട്ടി നിർത്തുന്നത് പോലെയാണ് ശരിക്കും. റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കാവുങ്കൽ KN വാസുദേവ പിള്ളയാണ് അശോകചരിതം ആട്ടക്കഥയുടെ രചയിതാവ്. രംഗത്തിൻ്റെ ഫലമാണ് സാത്വിക ഭാവത്തിലോട്ട് മാറിയത്. യുദ്ധത്തിനൊരു പരിഹാരമല്ല, യുദ്ധം നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ലോകത്തിലൂടെ. പാണ്ഡവർക്കും കൗരവർക്കും എല്ലാം മഹാഭാരത യുദ്ധത്തിന് നഷ്ടമാണ്. സമൂഹത്തിലെ ചക്രവർത്തി ആയെങ്കിലും രണ്ടു കൂട്ടത്തിലും ഇടപെട്ട ജീവനുകൾ ഒരുപാട് പോയി. ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ള, കലാമണ്ഡലം പ്രശാന്ത് തുടങ്ങി അരങ്ങിൽ പ്രഗത്ഭരായ വേഷക്കാർ അശോകചരിതം കഥയെ അവിസ്മരണീയമാക്കി. യുദ്ധം അരുതെന്ന് ഒരു വലിയ സന്ദേശം കഥകളി കലാകാരന്മാർ കേരളത്തിന്റെ പാരമ്പര്യ കലയിലൂടെ അപേക്ഷിക്കുകയാണ്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.